ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് കാണിക്കാൻ പോകുന്നത്. അതായത് ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബേസ് കോട്ട് അല്ലെങ്കിൽ പ്രൈമറൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ജെസോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇത് നമ്മുടെ പെയിൻറ്റ് ബോട്ടിൽ ആർട്ട് ചെയ്ത് കഴിയുമ്പോൾ പെയിൻറ്റ് ഇളകി വരാതിരിക്കാനൊക്കെ ഫസ്റ്റ് ഒരു പ്രൈമർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ഈ ബേസ് കോട്ട് അല്ലെങ്കിൽ പ്രൈമർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ജെസോ നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് ക്യാൻവാസിൽ വേണമെങ്കിലും ക്യാൻവാസ് യൂസ് ചെയ്യുമ്പം ഫസ്റ്റ് നമ്മൾ ബേസ് കോട്ടായിട്ട് നമ്മൾ ജെസോ ആണ് അടിക്കുക. അതായത് ഒരു റഫ് സർഫസിനെ ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബേസ് കോട്ട് ചെയ്യുന്നത്. അപ്പം ഇത് കാർഡ്ബോർഡിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ ടാൽക്കം പൗഡർ എടുത്തിട്ടുണ്ട്. ടാൽക്കം പൗഡർ ഞാൻ 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടുന്നത് വൈറ്റ് ഗ്ലൂ ആണ്. വൈറ്റ് ഗ്ലൂ 1 സ്പൂണാണ് എടുക്കേണ്ടത്. റേഷ്യോ കറക്റ്റായിരിക്കണം നമ്മൾ എടുക്കുമ്പം, അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടും. പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമുക്ക് ഏത് കളറാണോ വേണ്ടുന്നത് ആ കളറാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് വൈറ്റ് ബേസ് കോട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ 1 സ്പൂൺ വൈറ്റ് പെയിൻറ്റും കൂടെ എടുത്തിട്ടുണ്ട്. വൈറ്റ് അക്രിലിക് പെയിൻറ്റാണ് എടുത്തത്. അതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് പെയിൻറ്റിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. അപ്പം 1 സ്പൂൺ വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. അത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അതായത് നമുക്ക് ഏത് തിക്നെസ്സിലാണോ വേണ്ടുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ 1 സ്പൂണാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ബേസ് പെയിൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബേസ് കോട്ട് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻറ്റ് നമ്മൾ സാധാരണ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില പെയിൻറ്റ് ഇളകി പോരും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ബേസ് കോട്ട് ഞാൻ ഈ ഒരു ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്കൊരു 2 കോട്ട് അടിക്കുമ്പോൾ തന്നെ നല്ലൊരു ബേസ് കിട്ടും. ഇതുപോലെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പിസ്ത കളർ ഉണ്ടാക്കി കാണിച്ചു തരാം. ഒരു ഗ്രീൻ ബേസ് കോട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് തന്നെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ അക്രിലിക് കളർ, ഏത് കളറാണോ നമുക്ക് വേണ്ടുന്നത് ആ കളറ് നമുക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പം ഫുഡ് കളറാണ് എടുക്കുന്നത്. കാരണം എനിക്ക് ആ ഒരു ലൈറ്റ് പിസ്ത ഗ്രീനില്ലേ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പിസ്ത ഗ്രീൻ ലിക്വിഡ് ഫുഡ് കളറാണ് എടുക്കുന്നത്. എന്നിട്ട് അതിങ്ങനെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു പിഗ്മെൻറ്റ് നമുക്ക് കിട്ടുമ്പം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഗ്രീൻ കളർ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇന്ന് നമുക്കൊരാളോട് ഒരു ഹായ് പറയാനുണ്ട്. അപ്പം ആളുടെ പേര് നിയ എന്നാണ്. ആൾ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. അപ്പം നിയമോൾക്കൊരു ബിഗ് ഹായ് ഉണ്ട്. ഇത് ഉണങ്ങുമ്പം ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയുള്ള ഒരു പ്രൈമറായിട്ട് ഉണ്ടാവും. ഇനി ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്ട്രോങ് ബേസ് കോട്ട് കിട്ടും. അപ്പം ഈ ഒരു വീഡിയോ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.